കുട്ടികളുടെ വിശപ്പില്ലായ്മ അമ്മമാർക്ക് എപ്പോഴും വലിയൊരു തലവേദനയാണ്. ഇത്തരം വിശപ്പില്ലായ്മയ്ക്ക് ഒരു നല്ല പരിഹാരമാണ് ആയുർവേദ ഔഷധമായ അഷ്ടചൂർണം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരിലും ഉണ്ടാകുന്ന വിശപ്പില്ലായ്മയ്ക്കും അരുചിക്കും ഇത് ഉപയോഗിക്കാം. അഷ്ടചൂർണത്തിലെ പ്രധാന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുക്ക്, കുരുമുളക്, തിപ്പലി, അയമോദകം, ഇന്ദുപ്പ്, ജീരകം, കരിഞ്ജീരകം, കായം ഇവയാണ് അഷ്ടചൂർണത്തിലെ 8 ചേരുവകൾ. മെയിനായി ഗുൽമം, അഗ്നിമാദ്യം, ഗ്രഹിണി ഇവകൾക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൃമിശല്യം ഉള്ളവർക്കും ഭക്ഷണശേഷം വയറുവേദനിക്കുന്നവർക്കും ഭക്ഷണശേഷം ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകുന്നവർക്കും ഇൻഡൈജഷൻ, വയറുവീർപ്പ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും ഉപയോഗിക്കാം. വാതരോഗങ്ങൾ, മലബന്ധം, അമിതവണ്ണം, ലിവർ ഡിസീസ് തുടങ്ങിയവകൾക്ക് അവസ്ഥാനുസൃതമായ ഔഷധങ്ങളുമായി ചേർത്ത് ഉപയോഗിക്കാം. എന്നാൽ പിത്തവൃദ്ധി ഉള്ളവരും പുളിച്ചു തികട്ടൽ, വയറെരിച്ചൽ എന്നിവ ഉള്ളവരും ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ബ്ലീഡിംഗ് ഡിസോർഡർ ഉള്ളവരും സർജറിക്ക് ശേഷവും ഉപയോഗിക്കരുത്. അതുപോലെ ഗർഭിണികളും ഉപയോഗിക്കരുത്. ഉപയോഗരീതി: ഇത് നെയ്യിൽ ചേർത്താണ് ഉപയോഗിക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് നെയ്യും അഷ്ടചൂർണവും ചൂട് ചോറിൽ ചേർത്ത് കൊടുത്താൽ നല്ല വിശപ്പും ദഹനശക്തിയും ഉണ്ടാവുകയും അവർ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും. നെയ്യ് ചേർത്ത് ഉപയോഗിക്കാൻ വയ്യാത്തവർ വെള്ളത്തിലോ അധികം പുളിക്കാത്ത മോരിലോ ചേർത്ത് ഉപയോഗിക്കാം. അധികം പുളിക്കാത്ത തൈരിൽ ചേർത്ത് കൊടുക്കുന്നതും ചില കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഡോസ് 1 ഗ്രാം മുതൽ 5 ഗ്രാം വരെ. ഓവർഡോസ് ആയാൽ വയറെരിച്ചിലോ പുളിച്ചു തികട്ടലോ ഉണ്ടാവാം. ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവുകൾക്കും ഹെൽത്ത് ടിപ്സിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.